പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജനങ്ങളെ ഭയപ്പെടുത്തിയും പ്രീണന രാഷ്ട്രീയം കളിച്ചും അധികാരം നിലനിർത്താനാണ് മമത ശ്രമിക്കുന്നതെന്ന് അമിത്ഷാ ആരോപിച്ചു. അതിർത്തി സുരക്ഷയിൽ വീഴ്ച വരുത്തുന്ന തൃണമൂൽ സർക്കാരിനെ താഴെയിറക്കി 45 ദിവസത്തിനുള്ളിൽ നുഴഞ്ഞുകയറ്റം തടയാനുള്ള വേലി നിർമ്മാണം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിർത്തി സുരക്ഷയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ BSFനോട് സഹകരിക്കുന്നില്ലെന്ന ഗൗരവകരമായ ആരോപണമാണ് അമിത്ഷാ ഉന്നയിച്ചത്. അതിർത്തി വേലി നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി വിട്ടു നൽകാൻ മമതാ സർക്കാർ തയ്യാറാകുന്നില്ല. എന്നാൽ BJP അധികാരത്തിൽ വന്നാൽ 45 ദിവസത്തിനുള്ളിൽ ഈ തടസ്സങ്ങൾ നീക്കി അതിർത്തി സംരക്ഷിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ബംഗാളിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലുടനീളമുള്ള നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തുമെന്നും ബംഗാളിലെ വീർഭൂമിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. TMC ने मयूरेश्वर को बम और बारूद की खदान बना दिया है। 2013 से लेकर 2021 तक हमारे कार्यकर्ताओं को बहुत परेशान किया है या नहीं किया है भाई? जोर से बोलो, किया है या नहीं किया है? मैं आज TMC के गुंडों को कहकर जाता हूं. മമതാ ബാനർജിയുടെ ഭീഷണികളെയും പ്രീണന നയങ്ങളെയും അമിത്ഷാ കടുത്ത ഭാഷയിലാണ് നേരിട്ടത്. ഭൂരിപക്ഷ സമൂഹത്തെ ഭയപ്പെടുത്താനാണ് മമത ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. अभी मैं दीदी का एक भाषण सुन रहा था. वो यहाँ के बहुमत समाज को डरा रही थी. अगर TMC नहीं होगी तो बहुमत समाज का अस्तित्व नहीं होगा. സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നെന്ന് ആരോപിച്ച അദ്ദേഹം പ്രീണന രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ BJPയെ പിന്തുണയ്ക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അതിർത്തി സുരക്ഷയും ദേശീയ സുരക്ഷയും മുൻനിർത്തിയുള്ള പശ്ചിമ ബംഗാളിലെ BJPയുടെ പ്രചരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാകുമെന്നുറപ്പായി. ജനം, ഡൽഹി.